പി.വി. അൻവറിന്റെ രാഷ്ട്രീയ കഷ്ടകാലം അവസാനിക്കുന്നതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ നൽകിയത്. പി.വി. അൻവറിന് മുന്നിൽ വാതിലുകൾ ആരും കൊട്ടിയടച്ചിട്ടില്ല. അതുതന്നെയാണ് വി ഡി സതീശൻ ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. വാതിൽ തുറന്നിട്ടുമില്ല, അടച്ചിട്ടുമില്ല. വി ഡി സതീശന്റെ വാക്കുകളിൽ ഒരു നിസ്സംഗത ഉണ്ടായിരുന്നുവെങ്കിൽ കെ മുരളീധരൻ ആ നിസ്സംഗത മാറ്റി വ്യക്തമാക്കുന്നു, വാതിൽ കൊട്ടി അടച്ചിട്ടില്ല. പി.വി. അൻവറിനെ സ്വാഗതം ചെയ്യുന്നതിന് തുല്യമാണ് കെ മുരളീധരന്റെ ഈ വാക്കുകൾ. പി.വി. അൻവർ ആകട്ടെ ഏത് വിധേനയും UDF-ൽ കയറിപ്പറ്റിയാൽ മാത്രമേ തനിക്ക് നിലനിൽപ്പുള്ളൂ, രാഷ്ട്രീയ ഭാവിയുള്ളൂ, അല്ലെങ്കിൽ രാഷ്ട്രീയ നിലനിൽപ്പുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മുസ്ലിം ലീഗ് നേതാവ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോയി കണ്ടിരുന്നു. അദ്ദേഹവുമായി വന നിയമ ഭേദഗതിയെക്കുറിച്ചാണ് സംസാരിച്ചതെന്നാണ് പി.വി. അൻവർ പറയുന്നതെങ്കിലും ആക്ച്വലി അതല്ല സംഭവിച്ചത്. എങ്ങനെയെങ്കിലും എന്നെ മുന്നണിയിലെടുത്താൽ മാത്രമേ എനിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് ആണ് അദ്ദേഹം പറഞ്ഞതെന്ന കാര്യം വ്യക്തമാണ്. ഏതായാലും മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത്, കോൺഗ്രസ് പച്ചക്കൊടി കാണിച്ചാൽ കോൺഗ്രസ് എന്ത് പറയുന്നു അതിനനുസരിച്ച് മുസ്ലിം ലീഗ് പി.വി. അൻവറിൻ്റെ കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കാം. ഘടകകക്ഷിയാക്കണമെങ്കിൽ ആക്കാം. അദ്ദേഹത്തിൻ്റെ DMK രാഷ്ട്രീയ പാർട്ടി അല്ലാത്തതുകൊണ്ട് മറ്റേതെങ്കിലും വിധേന ഒന്നുകിൽ കോൺഗ്രസിൽ ലയിച്ച് കോൺഗ്രസ്സുകാരനായി UDF മുന്നണിയിൽ വരിക, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ ലയിച്ച് മുസ്ലിം ലീഗുകാരനായി UDF-ൽ വരിക എന്നതാണ് ഒരു സമവായ നീക്കം. അതേ അവസരം നിലമ്പൂർ മണ്ഡലം പി.വി. അൻവറിനെ വിട്ടുകൊടുക്കാതെ തവനൂർ മണ്ഡലത്തിൽ പി.വി. അൻവറിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി തവനൂർ മണ്ഡലം 2011 PK കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് നഷ്ടമായി പോയ തവനൂർ മണ്ഡലം നേരെ തിരികെ UDF കൊണ്ടുവരിക എന്ന ലക്ഷ്യവും UDF മുന്നണിയിലുണ്ട്. മുരളീധരൻ്റെ വാക്കുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പി.വി. അൻവറിനെ മുന്നണിയിലെത്തിക്കുന്നതിന് കോൺഗ്രസ് നേതൃത്വം ആദ്യം ചർച്ച നടത്തും. അതിനുശേഷം മുന്നണിയിൽ, അതായത് UDF മുന്നണിയിൽ ഇക്കാര്യം അവതരിപ്പിച്ചിട്ട് മുന്നണിയുടെ കൂട്ടായ തീരുമാനത്തോടു കൂടിയാകും ഇത് നടക്കുക എന്നാണ് കെ മുരളീധരൻ വ്യക്തമാക്കിയത്. അതേ അവസരം മറ്റൊരു കാര്യം വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം പറയുന്നു, എൻ്റെ ഇഷ്ടമോ അനിഷ്ടമോ ഒന്നും ഇവിടെ പ്രധാനമല്ല, ഉചിതമായ സമയത്ത് UDF ഉചിതമായ തീരുമാനം എടുക്കും പി.വി. അൻവറിൻ്റെ കാര്യത്തിൽ നിന്നാണ് അദ്ദേഹം അവസാനം ഇക്കാര്യത്തിൽ പറഞ്ഞു വെച്ചത്. ഇതിനിടയിൽ പാർട്ടിയുടെ പുനഃസംഘടന നടക്കുന്നുണ്ട്, കോൺഗ്രസ് പാർട്ടിയുടെ പുനഃസംഘടന. അപ്പോൾ പി.വി. അൻവർ വരികയാണെങ്കിൽ 2 KPCC ജനറൽ സെക്രട്ടറിമാരുടെ ഒഴിവുണ്ട്. അതിലൊന്ന് സന്ദീപ് വാര്യർക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്, വി ഡി സതീശൻ വാഗ്ദാനം ചെയ്തതാണ്. അത് ഇതുവരെ നടക്കാതെ പോയി. അത് നടക്കുമെന്ന സൂചന അല്ലെങ്കിൽ ശുഭപ്രതീക്ഷ സന്ദീപ് വാര്യർക്കുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം എപ്പോഴും പറന്ന് നടന്ന് പാർട്ടിക്ക് വേണ്ടി പടപൊരുതുന്നത്. പി.വി. അൻവറിനെ കൊണ്ടുവന്നാൽ പി.വി. അൻവറിനെ ഏത് പൊസിഷനിൽ വെക്കും? പി.വി. അൻവറിനും ജനപിന്തുണയുള്ള നേതാവാണല്ലോ. അത് ഒരു തർക്ക വിഷയമായി വന്നേക്കാം കോൺഗ്രസിനുള്ളിൽ. ഇതൊക്കെയാണ് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് ആദ്യം ഒരു വട്ട ചർച്ച നടത്തും. അതിനുശേഷം മുന്നണിയിൽ ഇക്കാര്യം അവതരിപ്പിക്കും. മുന്നണി തീരുമാനമനുസരിച്ചാകും പി.വി. അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ കേരളവും മനസ്സിലാക്കിയിരിക്കുന്നത്. കെ മുരളീധരൻ അതിന് ഒരു ആയം കിട്ടുന്ന തരത്തിൽ ഒരു എറിഞ്ഞു എന്നേ ഉള്ളൂ. പി.വി. അൻവറിനെ ആരും കൈയൊഴിഞ്ഞിട്ടില്ല, പി.വി. അൻവറിൻ്റെ മുന്നിൽ ആരും വാതിൽ കൊട്ടി അടച്ചിട്ടില്ല എന്ന കെ മുരളീധരൻ്റെ വാക്കുകൾ അതിനുള്ള ആയം കൂട്ടുന്നു എന്ന് വേണം കരുതാൻ.